ഹായ് എവരി വൺ. SSLC മാത്സ് കുറച്ച് ദിവസമായി നമ്മുടെ ക്ലാസ്സുകൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്താണ് മുന്നോട്ട് പോയിരുന്നത് അല്ലേ? സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ ടേം 1 സമ്മേറ്റീവ് അസസ്മെന്റിന്റെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറും നാം ആൻസർ ചെയ്യുകയായിരുന്നു. ഇന്ന് നാം 6th ചാപ്റ്ററായ ട്രിഗണോമെട്രി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിലെ കൺസെപ്റ്റ്സ്, ആശയങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് വർക്ക്ഷീറ്റിലേക്ക് കടക്കാം. എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയത് എന്ന് തിരിച്ചറിഞ്ഞ് അത് തിരുത്തണം കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റേഴ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് കഴിഞ്ഞ ടേമിൽ നമുക്ക് മനസ്സിലാവാത്ത ഏതെങ്കിലും ആശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കിയെടുക്കണം കേട്ടോ. നാം വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. ആശയങ്ങൾ ഉറപ്പിക്കുന്നതിനോ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ വരുന്ന സംശയങ്ങൾക്കോ SSLC മാത്സ് എന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. കൂടാതെ ഫ്രീ ആയി വർക്ക്ഷീറ്റ് കിട്ടുന്നതിനും നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഞാൻ ഫസ്റ്റ് കമന്റായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്ലാസ്സുകൾ എടുക്കുന്നതിന് എന്തെങ്കിലും മാറ്റം ആവശ്യമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ ആശയങ്ങൾ ഹയർ ക്ലാസ്സുകളിലും നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനം ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ അവർക്ക് അവിടെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഓരോ ആശയങ്ങളും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചതിന് ശേഷം അതിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ട്രിഗണോമെട്രി ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ ലളിത, ലേൺ വിത്ത് ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും. നോക്കൂ മക്കളെ, നാം ഇന്ന് 6th ചാപ്റ്ററായ ട്രിഗണോമെട്രി സ്റ്റാർട്ട് ചെയ്യാണ്. അതിലെ കൺസെപ്റ്റ്സ്, ആശയങ്ങളും അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് അടങ്ങുന്ന വർക്ക്ഷീറ്റുമാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. എന്താണ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ? എന്താണ് ട്രിഗണോമെട്രി, ത്രികോണമിതി എന്നതിൻ്റെ അർത്ഥം? ത്രികോണത്തിന്റെ അളവുകൾ എന്നതാണ്. എന്താണ് ത്രികോണത്തിന്റെ അളവുകൾ? അതിൻ്റെ ഏംഗിൾ മെഷേഴ്സും അതിൻ്റെ ലെങ്ത് ഓഫ് സൈഡ്സും അല്ലേ? അതല്ലേ ഒരു ത്രികോണത്തിന്റെ, ഒരു ട്രയാങ്കിളിന്റെ അളവുകൾ എന്ന് പറയുന്നത്. ത്രികോണത്തിന്റെ അളവുകൾ എന്ന് പറയുന്നത് അതിന്റെ കോണളവുകളും വശങ്ങളുടെ നീളങ്ങളുമാണ് അല്ലേ? ആ അളവുകൾ തമ്മിൽ ഉള്ള ഒരു റിലേഷൻ അല്ലേ? ഏംഗിൾസും അതിന്റെ ലെങ്ത് ഓഫ് സൈഡ്സും തമ്മിലുള്ള റിലേഷനെ പറ്റി പഠിക്കുന്ന ഒരു പഠന ശാഖയാണ്, മാത്തമാറ്റിക്സിന്റെ ഒരു ബ്രാഞ്ചാണ് ട്രിഗണോമെട്രി, ത്രികോണമിതി എന്നത് കേട്ടോ. എന്താണ് ഇതിന്റെ ആപ്ലിക്കേഷൻ? എന്താണ് ഇതുകൊണ്ടുള്ള ഉപയോഗം? നമുക്ക് വളരെ വലിയ സാധ്യതകളാണ് ത്രികോണമിതി പഠിച്ചാൽ നമുക്ക് കിട്ടുന്നത്. ഉദാഹരണത്തിന് നമുക്ക് വളരെ ഉയരമുള്ള വസ്തുക്കളുടെ ഹൈറ്റ് അളക്കുന്നതിന്, വളരെ അകലെയുള്ള വസ്തുക്കളിലേക്കുള്ള അകലം അളക്കുന്നതിന്, എക്സാമ്പിളായി കടലിലെ ഷിപ്പ് ഉണ്ടെങ്കിൽ അവിടേക്ക് കരയിൽ നിന്ന് എത്ര അകലത്തിലാണ് ആ ഷിപ്പ് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നതിന്, അതേപോലെ എയ്റോപ്ലെയിൻ പറക്കുമ്പോൾ എത്ര ഹൈറ്റിലാണ് എയ്റോപ്ലെയിൻ പറക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ, സ്റ്റാർസിലേക്ക് അല്ലെങ്കിൽ പ്ലാനറ്റ്സിലേക്ക് അല്ലേ, നക്ഷത്രങ്ങളിലേക്കൊക്കെയുള്ള, ഗ്രഹങ്ങളിലേക്കൊക്കെയുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്, നമുക്ക് വലിയ വലിയ കൊടുമുടികളുടെ ഹൈറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്, ഇങ്ങനെ അനവധി സാധ്യതകളുണ്ട് പല മേഖലകളിലും. എഞ്ചിനീയറിംഗിൽ ത്രികോണമിതി, അതായത് ത്രികോണത്തിന്റെ അളവുകളുമായി ബന്ധപ്പെടുത്തി പല സാധ്യതകളും നമുക്കുണ്ട്. ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാൻ വരയ്ക്കൽ അല്ലേ? ഓരോന്നും പ്ലാൻ ചെയ്യുക, സ്ട്രക്ചർ ഉണ്ടാക്കുക. ബിൽഡിങ്ങുകളുടെയും മറ്റു വസ്തുക്കളുടെയും ഒക്കെ സ്ട്രക്ചർ ഉണ്ടാക്കാൻ എല്ലാത്തിനും നമുക്ക് ഇത് ആവശ്യമുണ്ട്. ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ട ട്രിഗണോമെട്രിക് റേഷ്യോസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വളരെ വലിയ സാധ്യതകളാണ്. ഉയർന്ന ഹയർ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ആപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട്. അതുകൊണ്ട് കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. വളരെ സിമ്പിളായ ഒരു ഭാഗമാണ്, പക്ഷെ മനസ്സിലാക്കി എടുത്താൽ വളരെ സിമ്പിളാണ്. മനസ്സിലാകാതെ നമ്മൾ ആപ്ലിക്കേഷൻ പ്രോബ്ലംസിലേക്ക് കടക്കുമ്പോഴാണ് കുട്ടികൾക്ക് ഈ ഭാഗം ടഫായിട്ട് വരുന്നത്. അതുകൊണ്ട് തുടക്കം തന്നെ വളരെ ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ട്രിഗണോമെട്രിയിൽ നിന്നുള്ള പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് അപ്പോഴേ ചെയ്യാൻ സാധിക്കും. നോക്കൂ, നമ്മൾ ആദ്യം പഠിക്കുന്ന ആശയം എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ. ആ റൈറ്റ് ട്രയാങ്കിളിലെ ഏംഗിൾസ് 45 ഡിഗ്രി, ഒരു ഏംഗിൾ 45 ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാം റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് 3 കൂടി കൂട്ടിയാൽ 180 വരേണ്ടതാണ് അല്ലേ? അതുകൊണ്ട് മൂന്നാമത്തെ ഏംഗിളും എത്ര തന്നെയായിരിക്കണം? 45 ഡിഗ്രി ആയിരിക്കണം. ഞാനിവിടെ 3 ട്രയാങ്കിൾസ് ആണ് വരച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഇതിന്റെ സൈഡുകളും ഏംഗിളുകളും തമ്മിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഷോർട്ടർ സൈഡ്സ് രണ്ടും ഈക്വൽ ആയിരിക്കും. ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. 2 ഏംഗിളുകൾ ഈക്വൽ ആണെങ്കിൽ, 2 കോണളവുകൾ തുല്യമാണെങ്കിൽ നമുക്കറിയാം അതൊരു സമപാർശ്വ ത്രികോണമാണ്.
കൂടാതെ ഒരു മട്ടത്രികോണം കൂടിയാണ് അല്ലേ. അപ്പൊ സമപാർശ്വ മട്ടത്രികോണങ്ങളാണ് ഇതെല്ലാം. നമ്മൾ പഠിച്ച കാര്യമാണ് സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും അല്ലേ. വശങ്ങളുടെ നീളങ്ങൾ തുല്യമായിരിക്കും. അതായത് ഇതിന് രണ്ട് ഷോർട്ടർ സൈഡ്സ് സെയിം ലെങ്ത് ഓഫ് സൈഡുള്ള രണ്ട് സൈഡ്സ് ഉണ്ടായിരിക്കും. ക്ലിയർ. ഇപ്പൊ ഒരു ഷോർട്ടർ സൈഡിന്റെ ലെങ്തും 1 ആണെങ്കിൽ അടുത്ത ഷോർട്ടർ സൈഡിന്റെ ലെങ്തും 1 ആയിരിക്കും. നമ്മൾ 8ാം ക്ലാസ്സിൽ ഈക്വൽ ട്രയാങ്കിൾസ് എന്നുള്ള ഒരു ഭാഗത്ത് പഠിച്ചതാണ്. ഓക്കെ, ഐസോസിലിസ് ട്രയാങ്കിൾ എന്നൊരു ഐഡിയയിൽ നിന്ന് നമ്മൾ പഠിച്ചതാണ്. ഇനി നമ്മൾ 9ാം ക്ലാസ്സിൽ ന്യൂ നമ്പേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണ ആ സമയത്ത് നമ്മൾ മറ്റൊരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ മൂന്നാമത്തെ സൈഡിന്റെ നീളം കണ്ടുപിടിക്കുന്നതിന് അല്ലേ. നമുക്കറിയാം പൈതഗോറസ് തിയറം പ്രകാരമാണ് നമ്മൾ അത് കണ്ടുപിടിച്ചതെങ്കിലും എന്തായിരുന്നു അവിടെ പഠിച്ച നമ്മൾ ഉപയോഗിച്ച ആശയം എന്തായിരുന്നു? 45, 45, 90 ആണ് ഉള്ളതെങ്കിൽ ലോങ്സ്റ്റ് സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഷോർട്ടർ സൈഡ്സിന്റെ √2 ടൈംസ് ആയിരിക്കും. അതായത് ഏറ്റവും വലിയ വശത്തിന്റെ നീളം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ വശം നിങ്ങൾക്കറിയാം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മട്ടത്രികോണമായതുകൊണ്ട് കർണമാണ് അല്ലേ. ആ കർണത്തിന്റെ നീളം എന്ന് പറയുന്നത് ചെറിയ വശങ്ങളുടെ നീളത്തിന്റെ √2 മടങ്ങായിരിക്കും. അതായത് എത്രയാണോ ചെറിയ വശമുള്ളത് അതിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കർണത്തിന്റെ നീളം കിട്ടും. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 1, 1 ആണ് ഷോർട്ടർ സൈഡ്സ് എങ്കിൽ അതിന്റെ ലോങ്സ്റ്റ് സൈഡ്, അതിന്റെ ഏറ്റവും നീളം കൂടിയ വശം എന്ന് പറയുന്നത് ഈ ചെറിയ വശത്തിന്റെ നീളത്തെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1 × √2 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഈ വരച്ചിരിക്കുന്ന ത്രികോണങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിലെല്ലാ ത്രികോണങ്ങളിലും ഏംഗിൾസ് സെയിം ആണ്. കണ്ടല്ലോ, എല്ലാവരും 45, 45, 90, 45, 45, 90. ഇവിടെ ഒരു 45, 90 തന്നാൽ ഇത് നിങ്ങൾക്കറിയാം 45 ആണെന്ന്. അതായത് 3 ത്രികോണത്തിന്റെ കോണളവുകളും തുല്യമാണ്. അത്തരം ത്രികോണങ്ങൾക്ക് നമ്മളൊരു പേര് പഠിച്ചിട്ടുണ്ടല്ലോ 9th സ്റ്റാൻഡേർഡിൽ 9ാം ക്ലാസ്സിൽ. സിമിലർ ട്രയാങ്കിൾസ് അല്ലേ, സദൃശ്യ ത്രികോണങ്ങൾ. അങ്ങനെയാണെങ്കിൽ ആ സദൃശ്യ ത്രികോണങ്ങൾക്ക് വശങ്ങൾക്ക് എന്ത് പ്രത്യേകതയുള്ളതായിട്ടാണ് നമ്മൾ പഠിച്ചത്? നമ്മുടെ ചെറിയ ത്രികോണത്തിന്റെ വശങ്ങളിൽ, അതായത് എല്ലാ ത്രികോണത്തിന്റെ വശങ്ങളും സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ എന്നാണ്, ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാവും എന്നുള്ളതാണ്. അതായത് വശങ്ങളുടെ നീളങ്ങളെ ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാവും അടുത്ത ത്രികോണത്തിലെ വശങ്ങളുടെ നീളങ്ങൾ. ക്ലിയർ? നോക്കൂ, ഇവിടെ 1, 1 √2 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഈ 45-നെതിരെ 2 ആണെന്നാണ്. നമുക്കറിയാം ഷോർട്ടർ സൈഡ്സ് 45-നെതിരെ സെയിം ആണ്, അതുകൊണ്ട് ഇതും 2 തന്നെയാണ് അല്ലേ. നമ്മൾ പറഞ്ഞത് ഷോർട്ടർ സൈഡിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാവും എന്നാണ്. അതായത് 2നെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2√2 ആയിരിക്കും ലോങ്സ്റ്റ് സൈഡ്, അതിന്റെ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത്. ക്ലിയർ? നോക്കൂ, ഇവിടെ 1 എന്നുള്ളത് 2 ആയി. 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെയും 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. √2നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കണ്ടോ, വലിപ്പം ചെറിയ ഒരു ത്രികോണം വലിയ ത്രികോണത്തിലേക്ക് മാറി എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ സൈഡുകൾ ഒരേ രീതിയിലാണ് വർദ്ധിച്ചു വരുന്നത്. ഇവിടെ അതേപോലെ നമുക്ക് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് 4 എന്ന് പറയുന്നത്. ഇവിടെ 2 വന്നതാണ് 4 ആയി മാറിയിരിക്കുന്നത് അല്ലേ. √2നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 4 ആയത്? √2 എന്ന നമ്പറിനെ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2√2 കിട്ടി. ഇതേപോലെ √2നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഇതിന്റെ ഹൈപ്പോട്ടിന്യൂസ് 4 ആയത്? നോക്കൂ, √2നെ ഏതോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 4 ആയി എന്നാണ് പറയുന്നത്. ഏതായിരിക്കാം ആ ഒരു നമ്പർ, മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ? നമുക്കറിയാം √2 ന്യൂമറേറ്റർ ആണ്, ഇവിടെ ഡിനോമിനേറ്ററിൽ √2 വരണം 4. അപ്പോഴല്ലേ നമുക്ക് √2 ക്യാൻസൽ ആയി 4 കിട്ടുള്ളൂ. അതായത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത ആ ഒരു നമ്പർ എന്ന് പറയുന്നത് 4/√2 ആണ്. അങ്ങോട്ട് പോകുമ്പോൾ വലിയ വശം കാണാൻ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ വലിയ വശത്ത് നിന്ന് ചെറിയ വശത്തിലേക്ക് കാണാൻ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഇവിടെ 4/√2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സൈഡും 4/√2 ആയിരിക്കും. മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, ചെറിയ വശത്തിൽ നിന്ന് വലിയ വശത്തിലേക്ക് എത്താൻ നമ്മൾ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, കർണം തന്നു കഴിഞ്ഞാൽ, ഹൈപ്പോട്ടിന്യൂസ് തന്നു കഴിഞ്ഞാൽ, ലോങ്സ്റ്റ് സൈഡ് തന്നു കഴിഞ്ഞാൽ
ഷോർട്ടർ സൈഡ് കാണാനായിട്ട് ആ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ 4/√2 എന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനെ √2 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാനും 4√2/2 എന്നാക്കി മാറ്റാനും 2 4ൽ 2 ആണെന്നും അതുകൊണ്ട് 4/√2 എന്നത് തന്നെയാണ് 2√2 എന്ന് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ് അല്ലേ. 4/√2 എന്ന് പറയുന്നത് 2√2 ആണ്. ഛേദത്തിൽ ഒരു ഇറേഷണൽ നമ്പർ വന്നാൽ നമ്മൾ അതിനെ മാറ്റി എഴുതാറുണ്ട് അല്ലേ. ഛേദത്തിൽ ഒരു റൂട്ട് ഉൾപ്പെടുന്ന സംഖ്യ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും? ആ റൂട്ട് ഉൾപ്പെടുന്ന സംഖ്യ ഛേദത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിനെ ഈ ഛേദത്തിലെ √2 കൊണ്ട് തന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. കണ്ടോ, അംശത്തെയും ഛേദത്തെയും. അങ്ങനെയാണ് നമുക്ക് 2√2 എത്തിയത്. അപ്പൊ ഇത്രയും ഒരു ആശയം പറയുന്നുള്ളൂ. നമുക്കൊരു ത്രികോണത്തിന്റെ ഏതെങ്കിലും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ 45 45 90 ഉള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ 45 45 90 ഡിഗ്രി വീതമുള്ള ഒരു മട്ട ത്രികോണത്തിന്റെ ഏതെങ്കിലും ഒരു വശത്തിന്റെ നീളം തന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റു രണ്ട് വശങ്ങളുടെ നീളം കണ്ടെത്താനുള്ള ഒരു സൂത്രമാണ്, ഒരു ആശയമാണ് നമ്മളിവിടെ പറഞ്ഞത് കേട്ടോ. എന്താണ്? ഷോർട്ടർ സൈഡിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ലോങ്ങസ്റ്റ് സൈഡ് കിട്ടും. ക്ലിയർ? ഏറ്റവും ചെറിയ വശങ്ങളെ √2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് വലിയ വശമായ കർണത്തിന്റെ നീളം കിട്ടുമെന്നും കർണമാണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ ചെറിയ വശത്തെ കാണാൻ √2 കൊണ്ട് ഹരിച്ചാൽ മതി. അങ്ങോട്ട് പോകുമ്പോൾ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ തിരിച്ച് ചെറിയ വശം കാണുന്നതിനെ √2 കൊണ്ട് ഹരിച്ചാൽ മതി കേട്ടോ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് കൺസെപ്റ്റ് നോക്കുന്നു മക്കളെ. എന്താണ് ആശയം പറഞ്ഞത്? ഏത് തരം ത്രികോണങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്? ആംഗിൾസ് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി എന്നുള്ളതാണ്. ഇവയുടെ വശങ്ങളുടെ നീളങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ നെക്സ്റ്റ് കൺസെപ്റ്റ് ആയിട്ട് പഠിക്കുന്നത്. ഇതേപോലെ 30 60 90 നമ്മൾ മുൻപ് പഠിച്ചതാണ്. ഇതിൽ നിന്ന് രണ്ട് ത്രികോണങ്ങൾ ഇങ്ങനെയുള്ള ചേർത്ത് വെച്ചാൽ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണം ഉണ്ടാകുമെന്നും അതുകൊണ്ട് 30 60 90 എന്നുള്ളതിന്റെ വശങ്ങളുടെ നീളങ്ങൾ കണ്ടുപിടിക്കാം എന്നൊക്കെ നമുക്ക് അറിയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ വശങ്ങളുടെ നീളങ്ങൾ വശങ്ങളുടെ നീളങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും ഷോർട്ടസ്റ്റ് സൈഡ് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ അല്ലെ. 30 ഡിഗ്രി കോണിന്റെ എതിരെ ആയിരിക്കും. എതിരെ എന്ന് പറയുന്നത് ശ്രദ്ധിക്കാം. 30 ഡിഗ്രിക്ക് എതിരെ ആയിരിക്കും ഏറ്റവും ചെറിയ വശം അല്ലെ. 60ക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതിനേക്കാൾ കുറച്ചുകൂടി നീളം കൂടുതലുള്ളത്. ശരിയല്ലേ? ഏറ്റവും ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറയുന്നതിന്റെ ഹൈപ്പോട്ടിന്യൂസ് തന്നെയായിരിക്കും. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡിനെയാണ് നമ്മൾ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് അല്ലെ. അതായത് ഏറ്റവും ചെറിയ വശം 30 ഡിഗ്രി കോണളവിന് എതിരെയുള്ള വശവും അതിനേക്കാൾ കുറച്ചുകൂടി വലുത് 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശം, ഏറ്റവും വലിയ വശം എന്ന് പറയുന്നത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശം. അപ്പോൾ തമ്മിലുള്ള ബന്ധം ഇങ്ങനെയാണ്. ഏറ്റവും ഷോർട്ടസ്റ്റ് ലെങ്ത് ഉണ്ടല്ലോ, സൈഡ് ഉണ്ടല്ലോ, ആ സൈഡിന്റെ എന്തായിരിക്കും? √3 ടൈംസ് ആയിരിക്കും ഈ 60ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്. അതായത് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് 1 ആണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ നീളം 1നെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാവും. 1നെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ √3 യൂണിറ്റ് ആയിരിക്കും. കൂടാതെ നമുക്ക് അടുത്തത് ഏറ്റവും ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് സൈഡ് ഏറ്റവും ചെറിയ വശത്തിന്റെ 2 ടൈംസ് ആയിരിക്കും. അതായത് ഇവിടെ 1 ആണെങ്കിൽ അതിന്റെ 2 മടങ്ങ് എന്ന് പറയുന്നത് 2. ക്ലിയർ? അപ്പൊ എന്താണ് റേഷ്യോ എന്ന് ശ്രദ്ധിക്കുക. 1 പിന്നെ അതുപോലെ √3 2. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 1 യൂണിറ്റ് ആണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് √3 യൂണിറ്റ് ആയിരിക്കുമെന്നും 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2 യൂണിറ്റ് ആയിരിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. ക്ലിയർ? അതായത് 30 ഡിഗ്രിക്ക് 1:√3:2. ഇതെല്ലാം സിമിലർ ട്രയാങ്കിൾസ് ആണ് അല്ലേ. നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചതുപോലെ ആംഗിൾസ് സെയിം ആണെങ്കിൽ അത്തരം ത്രികോണങ്ങൾക്ക് പറയുന്ന പേരാണ് സിമിലർ ട്രയാങ്കിൾസ്, സദൃശ ത്രികോണങ്ങൾ അല്ലേ. സിമിലർ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ സദൃശ ത്രികോണങ്ങൾ. ക്ലിയർ അല്ലേ? അവിടെ വശങ്ങൾ എന്തായിരുന്നു? വശങ്ങൾക്ക് ഒരേ രീതിയിലാണ് അത് വർദ്ധിച്ചു പോവുക. സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ മക്കളെ, നമുക്ക് തന്നിരിക്കുന്നത് ഈ ത്രികോണം PQR. അതിൽ ആംഗിൾസ് ശ്രദ്ധിക്കാം, 30ഉം 90ഉമാണ്. തീർച്ചയായിട്ടും അതിന്റെ മൂന്നാമത്തെ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കുമല്ലോ.
ഏത് അളവാണ് നമുക്ക് തന്നിരിക്കുന്നത്? 30ക്ക് ഓപ്പോസിറ്റ് 2 ആണ്. 30ക്ക് ഓപ്പോസിറ്റ് 2, 30ക്ക് ഓപ്പോസിറ്റ് 2 ആണ്. ഇവിടെ 1 ആയിരുന്നുവെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് √3 ആകുമായിരുന്നു. 90ക്ക് ഓപ്പോസിറ്റ് 2 ആകുമായിരുന്നു അല്ലേ? 1 ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ 1 ഉള്ളത് 2 ആയി, അതായത് 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും? 2വിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, അതായത് 2√3. ഇനി നെക്സ്റ്റ് ഈ 2 ഷോർട്ടസ്റ്റ് സൈഡിനെ 2വിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, അതായത് 4 ആയിരിക്കും. മനസ്സിലായോ? അതായത് 1 ഉള്ളത് 2 ആയാൽ √3 ഉള്ളത് ഇവിടെ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്, ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2√3 എന്നും, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 എന്നും കിട്ടും. ക്ലിയർ അല്ലേ? നമ്മളെ ഇങ്ങനെ മട്ടത്രികോണത്തിൽ ഇങ്ങനെ അടയാളപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാം. 2വിനെ ഇവിടെ 2 ആണെങ്കിൽ അതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2√3, 2വിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ വരച്ച് നോക്കി ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് വെച്ചാൽ നമുക്ക് സൈഡുകളുടെ നീളം ഐഡിയ ചെറുതിൽ നിന്ന് കൂടി കൂടി പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കൂ, ഈ ചിത്രം നമുക്കൊന്ന് സൈഡുകൾ എഴുതി നോക്കുക. നമ്മൾ തന്നിരിക്കുന്നത് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 6 ആണെന്നാണ്. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് √3 ആകുമെന്നും 90ക്ക് ഓപ്പോസിറ്റ് 2 ആകുമെന്നാണ് നമ്മൾ പഠിച്ചത്. ശരിയല്ലേ? ഇവിടെ ഒറിജിനൽ അളവ് തന്നിരിക്കുന്നത് 30 ഡിഗ്രിക്കെതിരെ 6 ആണെങ്കിൽ, ഇതിനെ ഏറ്റവും ചെറിയ സൈഡ് 6 ആണെങ്കിൽ 60ക്കെതിരെ 6, ഇവിടെ 6 ആണെങ്കിൽ 6 × √3, 6√3 ആയിരിക്കും. കണ്ടോ? 90ക്ക് ഓപ്പോസിറ്റ് 6 × 6 ആണ്, 30ക്ക് ഓപ്പോസിറ്റ് 6 ആണ്, 6 × 2 അതായത് 12 ആയിരിക്കും. ഓക്കെ, ആ റേഷ്യോ 1:√3:2. 30ക്ക് ഓപ്പോസിറ്റ് 1, 60ക്ക് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2 times 2. 1:√3:2 ആയിരിക്കും റേഷ്യോ. അംശബന്ധം 30, 60, 90 കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളുടെ അംശബന്ധം 1:√3:2 എന്ന രീതിയിൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഐഡിയ ഉപയോഗിച്ച് നമുക്ക് ഇനി കുറേ പ്രോബ്ലംസ്, കുറേ മട്ടത്രികോണങ്ങൾ വരച്ച് സൈഡുകൾ ഇങ്ങനെ എഴുതി നോക്കുക. നിങ്ങൾക്ക് തെറ്റുന്നുണ്ടോ നോക്കുക. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു വശത്തിന്റെ നീളം മാത്രം എഴുതുക, മറ്റു 2 വശങ്ങളുടെ നീളം കണ്ടുപിടിക്കുക. അത് നമുക്ക് ഇവിടെ നമുക്ക് 30-നെതിരെയാണ് തന്നത് അല്ലേ? നമുക്ക് മക്കളെ, ഞാൻ ഈ ചോദ്യം ഇങ്ങനെയാക്കി മാറ്റി. ഇവിടെ തന്നിരിക്കുന്നത് 60ക്ക് ഓപ്പോസിറ്റ് 6√3 എങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും, 90ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും എന്നാണ് ഈ ചോദ്യത്തിൽ. നമുക്ക് 60ക്ക് ഓപ്പോസിറ്റ് 6√3 ആണ്. ഇതിനെ 30ക്ക് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ ഇവിടെ √3 ആണ് അല്ലേ? ഇങ്ങോട്ട് പോകുമ്പോൾ ഗുണിക്കുകയാണെങ്കിൽ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഹരിക്കണം. അതായത് 6√3യെ ഈ √3 കൊണ്ട് ഹരിക്കണം. 6√3/√3 ആണ് അല്ലേ? ചെറിയ വശത്ത് നിന്ന് വലിയ വശത്തിലേക്ക് പോകാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വലിയ വശത്തിൽ നിന്ന് ചെറിയ വശത്തിലേക്ക് പോകാൻ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ 90ക്ക് ഓപ്പോസിറ്റ് കാണാൻ സാധിക്കും. ചെറിയ വശത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ചെറിയ വശത്തിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതായത് 12 ആയിരിക്കും. 6 × 2 12 ആയിരിക്കും. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് തന്നെ റൈറ്റ് ട്രയാങ്കിളിലും നിങ്ങൾ എഴുതി നമുക്ക് എപ്പോഴും ഈസി ആയിട്ട് ചെയ്ത് നോക്കല്ലേ. നമുക്ക് ചില പ്രോബ്ലങ്ങളിൽ 60ക്ക് ഓപ്പോസിറ്റ് അളവ് എഴുതുക, അതുപോലെ 90ക്ക് ഓപ്പോസിറ്റ് അളവ് എഴുതുക. 90ക്ക് ഓപ്പോസിറ്റ് തന്നാലും ഇതുപോലെ തന്നെ ചെയ്യാം. നോക്കൂ, ഈ ചിത്രം ഞാൻ ഇങ്ങനെയാക്കി മാറ്റി. ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് 4 എന്നാണ് തന്നിരിക്കുന്നത്. മറ്റു 2 30-നെതിരെ എത്രയെന്നും 60-നെതിരെ എത്രയെന്നുമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം 30-നെതിരെ 1 ആണെങ്കിൽ 60-നെതിരെ √3 ആണെന്നും 90ക്ക് ഓപ്പോസിറ്റ് 2 ആണെന്നും നമുക്കറിയാം അല്ലേ? ഈ 2 എന്നുള്ളതിന് പകരമാണ് 4 വന്നിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് സൈഡ് ആദ്യം കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യാം? ഇവിടെ 4നെ 2 കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത്. ക്ലിയർ? 4നെ 2 കൊണ്ട് ഹരിച്ചാൽ 2 എന്ന് കിട്ടും. ഓക്കെ, ചെറിയ വശം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2നെ √3 കൊണ്ട് ഗുണിച്ചാൽ 2√3. അതാണ് ഇവിടെ തന്നെ ഞാൻ ചെറുതായി ബ്രാക്കറ്റിൽ എഴുതി വെക്കാൻ കാരണം. കണ്ടോ? ഇവിടെ എഴുതി വെച്ച നമ്പർ എത്രയാണോ അതുകൊണ്ട് വലിയ വശത്ത് നിന്ന് ചെറിയ വശത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഹരിച്ചു നോക്കുക. ഇവിടെ 4 ആണെങ്കിൽ ഏറ്റവും മുമ്പ് ചെറിയ വശം കണ്ടെത്തിയതിന് ശേഷം 60ലേക്ക് കടക്കാൻ
നമുക്ക് 60-ലെ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കാണാൻ നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റും. കണ്ടോ, ആദ്യം ഏറ്റവും ഷോർട്ടസ്റ്റ് സൈഡ് കാണാം, ഏറ്റവും ചെറിയ വശത്തിന്റെ നീളം കാണാം. ചെറിയ വശത്തിന്റെ നീളത്തിൽ നിന്ന് പിന്നെ മൂന്നാമത്തെ സൈഡിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. ആദ്യം 90ക്ക് ഓപ്പോസിറ്റ് 4 ആണ് തന്നതെങ്കിൽ 4നെ 2 കൊണ്ട് ഹരിച്ചാൽ 2 ഇവിടെ കിട്ടും, ചെറിയ വശം കിട്ടും. ചെറിയ വശത്തിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 60-നെതിരെയുള്ള വശം നമുക്ക് കിട്ടും കേട്ടോ. മനസ്സിലാക്കി ചെയ്യൂ. അത് വളരെ വലിയ പ്രശ്നമൊന്നുമല്ല. നിങ്ങൾക്ക് ആദ്യം കേൾക്കുന്നത് കൊണ്ടാണ് ഇത് വലിയ പ്രശ്നമായി മാറുന്നത്. നിങ്ങൾ കുറച്ച് ഒരു 5ഓ 10ഓ എണ്ണം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും മക്കളെ. ആദ്യം തന്നെ എനിക്കിത് പറ്റില്ല, എനിക്കിതറിയില്ല എന്ന ധാരണയോടുകൂടി നമ്മൾ ചെയ്യരുത്. അത് മുഖം ചുളിച്ചുകൊണ്ട് ചെയ്യല്ലേ. നമ്മൾ സന്തോഷത്തിലേ അത് എത്രത്തോളം ചെയ്യാൻ പറ്റും, ഒരു ത്രില്ലോടുകൂടി നമുക്കത് എടുക്കാൻ പറ്റണം അല്ലേ. ഏത് കാര്യം നമുക്കൊരു ത്രില്ലോടുകൂടി ചെയ്യാൻ പറ്റണം. അപ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു ബ്യൂട്ടി, അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടുന്നത് അല്ലേ, മനസ്സിലാകുന്നത്. നമുക്കപ്പോൾ സിമ്പിളായി ഈസിയായി ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് വരുന്ന ഒരു സന്തോഷമില്ലേ, അതല്ലേ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ആ കുറച്ചെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം ഇത് ചെയ്യാൻ സാധിക്കും കേട്ടോ. നോക്കൂ മക്കളെ, നാം പഠിച്ച ആശയങ്ങളെ നമുക്കൊന്ന് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. 3 എക്സാമ്പിൾ വെച്ച് നമ്മൾ ചെയ്തതാണ്. ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുന്നതിന് കുറച്ച് എക്സാമ്പിൾ കൂടി നമുക്ക് പരിശോധിക്കാം കേട്ടോ. നോക്കൂ, ഇവിടെ തന്നിരിക്കുന്നത് 6 ട്രയാങ്കിൾസ് ആണ് അല്ലേ, 6 ത്രികോണങ്ങൾ, മട്ടത്രികോണങ്ങളാണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ്. അതിലെ ഓരോ അക്യൂട്ട് ആംഗിൾ അല്ലേ 90 ഡിഗ്രിയിൽ കുറവായ ഒരു ആംഗിൾ വീതമാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇതിന്റെ ഒരു സൈഡും തന്നിട്ടുണ്ട്. ബാക്കി വശങ്ങളുടെ നീളങ്ങൾ കാണുക എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് നോക്കാം, ഒരുമിച്ച് ചെയ്യാം കേട്ടോ. നിങ്ങളും കണ്ടുപിടിക്കുക, അതേസമയം ഞാൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളും അത് മനസ്സിലാക്കി ചെയ്തു നോക്കുക കേട്ടോ. ഇവിടെ ട്രയാങ്കിൾ ABC B90 ആണ് അല്ലേ. ഇവിടെ ആംഗിൾ A 45 ഡിഗ്രിയാണ്. ആംഗിൾ എക്ക് 45ന് ഓപ്പോസിറ്റ് 3 സെന്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് EBയും AC-യും കണ്ടുപിടിക്കണം. ക്ലിയർ? നമുക്കറിയാം 45 ഈ ആംഗിൾ എത്രയായിരിക്കും, 90 45 ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ 45 ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും 45ന് ഓപ്പോസിറ്റും അത് സെയിം ആയിരിക്കും അല്ലേ, ഒരേ അളവായിരിക്കും. അതായത് ഈ 45-നെതിരെ 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ 45-ന് എതിരെയുള്ള ഈ AB എന്ന വശവും എത്ര തന്നെയായിരിക്കും, 3 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി എന്താണ് ഞാൻ പറഞ്ഞിരുന്നത്, 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള ലോങ്ങസ്റ്റ് സൈഡ്, ഏറ്റവും നീളം കൂടിയ വശം കാണുന്നതിന് എന്താണ് പറഞ്ഞത് നമ്മൾ, ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അല്ലേ, സമപാർശ്വ ത്രികോണമാണ്. ഷോർട്ടർ സൈഡിന്റെ √2 ടൈംസ് ആയിരിക്കും എന്നാണ്. ചെറിയ വശത്തിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം വലിയ വശം കിട്ടാൻ, ശരിയല്ലേ? അതായത് 3യെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിന്റെ ആൻസർ എത്രയായിരിക്കും, 3√2 ആയിരിക്കും. സിമ്പിൾ അല്ലേ, അങ്ങനെ മനസ്സിലാക്കി ചെയ്യൂ കേട്ടോ. നെക്സ്റ്റ് ചിത്രം നോക്കൂ. ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ആണ് എന്ന് തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ അക്യൂട്ട് ആംഗിൾസ് രണ്ടും തന്നിട്ടില്ല അവര്. അപ്പോഴെന്ത് ചെയ്യും നമ്മള്? പക്ഷേ അവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, DEF എന്നത് സെയിം ആണ്, ഈക്വൽ ആണ്. DEയും EFും ഈക്വൽ ആണ് എന്ന് തന്നിട്ടുണ്ട്. DE = EF, അല്ലെങ്കിൽ ഒരേ അടയാളം കാണിച്ചാലും അതിന്റെ അർത്ഥം ഈ 2 വശങ്ങളുടെ നീളങ്ങളും തുല്യമാണ് എന്നാണ്. അപ്പൊ 2 വശങ്ങൾ തുല്യമാണെങ്കിൽ ഈ ആംഗിളും ഇതിന് ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും സെയിം അല്ലേ. ഈ വശത്തിന് എതിരെയുള്ള വശം തിരിച്ചറിയണം കേട്ടോ. ഈ വരയും ഈ വശത്തിന്മേലല്ലാത്ത കോണാണ് എതിരെയുള്ള കോൺ എന്ന് പറയുന്നത്, ശരിയല്ലേ? ഒരു വശത്തിന് എതിരെയുള്ള കോൺ എന്ന് പറയുമ്പോൾ പല കുട്ടികൾക്കും അറിയുന്നില്ല, അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ വശത്തിന് എതിരെയുള്ള കോൺ എന്ന് പറഞ്ഞാൽ ഈ വശത്തിന്റെ 2 അറ്റത്തുമുള്ള കോണായിരിക്കില്ല. അതിനെ നേരെ മൂന്നാമത്തെ വെർട്ടെക്സിൽ, മൂന്നാമത്തെ ശീർഷത്തിലുള്ള കോണാണ് എതിരെയുള്ള കോൺ. അതായത് ഡിക്ക് എതിരെയുള്ള ഈ കോണും EF എന്ന വശത്തിന് എതിരെയുള്ള ഈ കോണും തുല്യമാണ്. 3 കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടേണ്ടതല്ലേ. ഒരെണ്ണം 90 ആണെങ്കിൽ ബാക്കി 2 കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? ബാക്കി 2 കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? 90 തന്നെ അല്ലേ, 90 ഡിഗ്രി തന്നെ. അപ്പോൾ ഓരോന്നും എത്ര വീതമാണ്? 45 വീതമാണ്. അപ്പൊ ആദ്യം നിങ്ങൾ ആംഗിൾ കണ്ടെത്തുക, 45 വീതമാണ്. ക്ലിയർ? ഇനി നമുക്ക് എഴുതാം. എന്താണ് തന്നിരിക്കുന്നത്? 90-നെതിരെ 2
2 എന്നാണ് നമുക്കറിയുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചോളൂ. ഈ ഷോർട്ടർ സൈഡ് 1 ആണെങ്കിൽ ഇതും 1 ആയിരിക്കുമെന്നും ഇത് √2 ആയിരിക്കും എന്നാണ് നമ്മൾ പഠിച്ച കാര്യം അല്ലേ. അങ്ങനെയാണെങ്കിൽ √2 പകരമാണ് 2√2 തന്നിട്ടുണ്ട്. √2 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 2√2 കിട്ടുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലേ. √2 2 മടങ്ങാണ് ഇത് എങ്കിൽ ഈ 1ന്റെ 2 മടങ്ങ് 2, 1ന്റെ 2 മടങ്ങ് 2. ഓക്കെ, അങ്ങനെയും ചിന്തിക്കാം. 1 √2 എന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാവും കിട്ടുക. അതായത് √2 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 2√2 കിട്ടുക. ഓക്കെ, അതുപോലെ ആ 1നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 1നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എവിടുന്നാണ് ഈ 1 √2 എന്ന ആശയം വന്നത്? 45 ഡിഗ്രിക്കെതിരെ 1, അടുത്ത 45-നെതിരെയും 1, 90-നെതിരെ 1നെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്, അതായത് 90-നെതിരെ √2. അപ്പൊ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആയിട്ട് 1 വീതം എഴുതുകയാണെങ്കിൽ നമുക്ക് 1:1:√2 എന്നാണ് പറയേണ്ടത് അല്ലേ. അതാണ് ഇവിടെ 1 എന്ന രീതിയിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, ചെറിയ വശത്തിൽ നിന്ന് വലിയ വശം കാണുന്നതിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും വലിയ വശത്തിൽ നിന്ന് ചെറിയ വശത്തിലേക്ക് എത്താൻ ഈ സംഖ്യയെ √2 കൊണ്ട് ഹരിക്കുകയും ചെയ്താൽ മതി. നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ച് നിങ്ങൾ കണ്ടെത്തൂ. ഏത് രീതിയിലായാലും പറയുന്ന കാര്യം ഒരേ കാര്യം തന്നെയാണ്. ഏത് മെത്തേഡിൽ നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് പല ടീച്ചേഴ്സും പല രീതിയിലായിരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് മനസ്സിൽ എളുപ്പം കിട്ടുന്നത് ആ രീതി നിങ്ങൾ ഉപയോഗിക്കുക. ഇപ്പം ഞാൻ 2 രീതിയാണ് പറഞ്ഞുള്ളൂ. ഏതാണ് ആ 2 രീതി? ഒന്നുകിൽ 1 √2 എന്ന് നിങ്ങൾ ഈ സൈഡിൽ എഴുതി വെക്കുക, ബ്രാക്കറ്റ് ഇട്ട് ചെറുതാക്കിയിട്ട്. എങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും √2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 2√2 വന്നത്. എങ്കിൽ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ചെറിയ വശം കിട്ടും അല്ലേ. നമ്മൾ അങ്ങനെയല്ലേ സദൃശ ത്രികോണങ്ങളിൽ പഠിച്ചത് അല്ലേ. സിമിലർ ട്രയാങ്കിൾസ് സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ എന്നാണ് അല്ലേ. ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും എന്നാണ് പഠിച്ചത് അല്ലേ. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ചെറിയ വശങ്ങളിൽ നിന്ന് വലിയ വശം കിട്ടുന്നതിന് √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേസമയം വലിയ വശത്തിൽ നിന്ന് ചെറിയ വശം കിട്ടുന്നതിനെ √2 കൊണ്ട് ഹരിക്കണം എന്നുള്ളതാണ്. ഡിവൈഡ് ചെയ്യണം. അതായത് 2√2നെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2√2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 2 എന്ന ആൻസർ കിട്ടും. ക്ലിയർ? ഇവിടെയും അതേ 2 തന്നെയായിരിക്കും. മൂന്നാമത്തെ ചിത്രത്തിലേക്ക് നോക്കൂ. ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത് 90 ഡിഗ്രി 45 ഡിഗ്രി. തീർച്ചയായിട്ടും മൂന്നാമത്തെ എങ്കിൾ എഴുതി വെക്കുക 45. ഇനി ഏത് എങ്കിളിനെതിരെയുള്ള വശമാണ് തന്നത്? 90-നെതിരെ 6 ഭരണം എന്നാണ്. 90-നെതിരെ 6 ആണെങ്കിൽ 45-നെതിരെ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ക്ലിയർ? നിങ്ങൾ ഏത് രീതിയാണോ ഇവിടെ മനസ്സിലാക്കിയത് ആ രീതിയിൽ കൂടി പോകൂ. ഇവിടെ ഞാൻ പറഞ്ഞു ചെറിയ വശത്തിൽ നിന്ന് √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വലിയ വശത്ത് കിട്ടും. വലിയ വശത്തിൽ നിന്ന് ചെറിയ വശത്തിലേക്ക് എത്തണമെങ്കിൽ, വലിയ വശം തന്ന് ചെറിയ വശത്തിലേക്ക് എത്തണമെങ്കിൽ ഇതിനെ √2 കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് 6/√2. ഓക്കെ, 6/√2. അതായത് നമുക്ക് 6/√2 എന്ന് എഴുതാൻ പാടില്ല എന്ന് അതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യണം, ലഘൂകരിക്കണം എന്ന് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. എങ്ങനെയാണ് 6/√2നെ ലഘൂകരിക്കുക? ഇതിന്റെ ഛേദം √2 ആണ്. ഡിനോമിനേറ്ററിൽ √2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സെയിം നമ്പർ കൊണ്ട് അംശത്തെയും ഛേദത്തെയും മൾട്ടിപ്ലൈ ചെയ്യും √2 കൊണ്ട് തന്നെ. അപ്പോൾ 6/2 √2 എന്ന് കിട്ടും. അതായത് 3√2 എന്ന് വരും. ഇത് 3√2 ആണ്. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് എഴുതണം കേട്ടോ. പ്രോബ്ലങ്ങളിൽ വരുമ്പോൾ സിംപ്ലിഫിക്കേഷൻ നിർബന്ധമാണ്. അതായത് 3√2 എന്ന് വരും. മനസ്സിലായില്ലേ? നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ 6ന്റെ പകുതി 3 √2 ആയിരിക്കും. അത് ക്ലിയർ? 6ന്റെ പകുതി 3 6/√2 എന്ന് പറഞ്ഞാൽ 3√2 ആയിരിക്കും. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യനിൽ 90 ഡിഗ്രിയാണ്. കൂടാതെ ഇവിടെ 30 ആണ് ഒരു acute angle തന്നിരിക്കുന്നത്. ഒരു ന്യൂനകോൺ തന്നിരിക്കുന്നത് 30 ഡിഗ്രിയാണ്. എങ്കിൽ മൂന്നാമത്തെ കോൺ എത്രയായിരിക്കും?
മൂന്നാമത്തെ കോൺ 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 60 ഡിഗ്രി ആയിരിക്കും. 30-നെതിരെ 2 എന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ റേഷ്യോ എന്താണ്? 30-നെതിരെ 1 ആണെങ്കിൽ 60-നെതിരെ √3 ആയിരിക്കുമെന്നോ 90-നെതിരെ 2 ആയിരിക്കും എന്നാണ് പഠിച്ചത്. ഷോർട്ടസ്റ്റ് സൈഡ് ആദ്യം കണ്ടുപിടിക്കണം. ഇവിടെ തന്നിട്ടുണ്ട് ഷോർട്ടസ്റ്റ് സൈഡ് 2. 1-ലേത് 2 ആയി അല്ലേ? 1-ന്റെ 2 മടങ്ങാണ് 2. തീർച്ചയായിട്ടും ഈ ചെറിയ സൈഡിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ നമ്പർ ഇവിടെ കിട്ടും. അതായത് 2√3. ചെറിയ സൈഡിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 60-നെതിരെയുള്ള സൈഡ് കിട്ടും അല്ലേ? ചെറിയ സൈഡ് 2, അതിനെ √3 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 2√3 കിട്ടിയത്. മനസ്സിലായില്ലേ? ഇനി 90-നെതിരെ കിട്ടണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 2 × 2 4. ഓക്കെ അല്ലേ? എതിരെയുള്ള വശം ഏതാണെന്ന് തിരിച്ചറിയാം. പിന്നെ ആ ഒരു ഏത് രീതിയിലാണ് അത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ആ രീതി. 30-നെതിരെ 1 ആണെങ്കിൽ 60-നെതിരെ √3 എന്നും 90-നെതിരെ 2 എന്നുള്ള ഈ ആശയത്തെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വയ്ക്കുക. 30-നെതിരെ 1 യൂണിറ്റ് ആണെങ്കിൽ 60-നെതിരെ അതിന്റെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 60-നെതിരെയുള്ള വശം കിട്ടുക. ആ ചെറിയ സൈഡിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 90-നെതിരെയുള്ള വശം കിട്ടുക. 1:√3:2. 30, 60, 90 കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളുടെ അംശബന്ധം 1:√3:2. ക്ലിയർ? ഏത് സംഖ്യ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത് തന്നെ സൂക്ഷിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, 60-നെതിരെയാണ് 3√3 അല്ലേ? നമ്മൾ എഴുതി വെക്കുകയാണ്. ഇത് അപ്പോഴും ഇത് 30 ആണെന്ന് ആദ്യം കണ്ടുവെക്കുക കേട്ടോ. 30-നെതിരെ 1 ആണെങ്കിൽ 60-നെതിരെ √3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 90-നെതിരെ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 30, 60, 90. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, 60-നെതിരെ 3√3 ആണ് അല്ലേ? 3√3 ആണ്. 3√3 ഇവിടെ √3-ന് പകരമാണ് 3√3. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ഷോർട്ടസ്റ്റ് സൈഡ്, ഏറ്റവും ചെറിയ വശം കണ്ടെത്തുക എന്നതാണ്. 30-ന് എതിരെയുള്ള വശം ആദ്യം കണ്ടെത്തുക. 30-നെതിരെയുള്ള വശം കിട്ടുന്നതിന് എന്ത് ചെയ്താൽ മതി? ഈ 3√3-നെ √3 കൊണ്ട് ഹരിച്ചാൽ മതി. വലിയതിൽ നിന്ന് ചെറുതിലേക്ക് പോകുമ്പോൾ ഹരിക്കുക. വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോകുമ്പോൾ ഹരിക്കുക. അതായത് 3√3-നെ √3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 3 കിട്ടും. ക്ലിയർ? നമുക്ക് √3-നെ 3 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് ഇവിടെ വന്നത് √3 വന്നത് അല്ലേ? 1-നെയും 3 കൊണ്ട് ഗുണിച്ചാൽ 3 കിട്ടും. അങ്ങനെ പരിശോധിക്കണം കേട്ടോ, ചെക്ക് ചെയ്യണം. √3-നെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ 3√3 വന്നു. 1-നെയും ഈ 3 കൊണ്ടാണ് ഗുണിക്കുന്നത്. ആ 1-നെ അതേ 3 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് ഇവിടെ 3 വന്നത്. ക്ലിയർ? അപ്പോൾ 3 കൊണ്ടാണ് ഗുണിക്കേണ്ടത് എന്ന് ക്ലിയർ ആയി. ഇവിടെ 2-നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരണം? 6 വരും. ക്ലിയർ? 30-നെതിരെയുള്ള വശത്തിന്റെ ഇരട്ടി ആയിരിക്കും, ഡബിൾ ആയിരിക്കും ഈ ലോങ്സ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 90-നെതിരെയുള്ള വശം. ഒന്നും കൂടി പറഞ്ഞുതരാം മക്കളെ. നമുക്ക് തന്നിരുന്നത് 60-നെ, എല്ലാ കുട്ടികൾക്കും കുറച്ച് സംശയം വരുന്ന ഒരു ഭാഗമാണിത്. 60-നെതിരെയാണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ 3√3 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? ആ നമ്പറിൽ നിന്ന് ഏറ്റവും ചെറിയ വശത്തിലേക്ക് എത്താൻ 3√3-നെ √3 കൊണ്ട് ഹരിച്ചാൽ ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ന് കൃത്യമായി മനസ്സിലാവും. അതായത് 3 എന്ന് കിട്ടും അല്ലേ? ആ 3 ആണ് ഇതിന്റെ 3 മടങ്ങാണ് ഇത്. ആ 3 മടങ്ങ്, 1-ന്റെ 3 മടങ്ങ് 3. അതാണ് 3√3-നെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3 ആണ്. ആ ഗുണിക്കേണ്ട സംഖ്യ എന്ന് പറയുന്നത് 3 ആണ് അല്ലേ? ചെറിയ ഈ ത്രികോണം, ചെറിയ ഈ ത്രികോണം ഉണ്ടല്ലോ, ചെറിയ ത്രികോണം 30, 60, 90. 30-നെതിരെ 1 ആണെങ്കിൽ 60-നെതിരെ √3 എന്നും 90-നെതിരെ 2 എന്നുമാണ്. ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണ്. അതുകൊണ്ട് ഒരു വശത്തെ ഗുണിച്ച അതേ സംഖ്യ കൊണ്ട് തന്നെ 30-നെതിരെയുള്ള സംഖ്യയെ, അല്ലെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് 60-നെതിരെയാണ്, 60-നെതിരെ √3, ആ √3 ആണ് 3√3 ആയത്. അതായത് √3-നെ 3√3 ആകണമെങ്കിൽ 3 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 3 മടങ്ങായാണ് ആയത് അല്ലേ? ഈ വശത്തിന്റെ നീളം ഈ വശത്തിന്റെ നീളമായി മാറുന്നത് 3 മടങ്ങായിട്ടാണ്. ക്ലിയർ? അതുകൊണ്ട് ഇതിന്റെ എല്ലാ വശങ്ങളെയും 3 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അതാണ് ഞാൻ ബ്രാക്കറ്റിൽ ചെറുതായിട്ട് ഈ മട്ടത്രികോണത്തിന്റെ വശങ്ങളെയാണ് ഇവിടെ ചെറുതായി ബ്രാക്കറ്റിൽ കൊടുത്തത്. അപ്പൊ 3 മടങ്ങായി മാറണം. √3-നെ 3 മടങ്ങായിട്ട് ഈ നീളം വർദ്ധിക്കണം.
ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 30-നെതിരെയുള്ള 1 എന്ത് 3 മടങ്ങായിട്ടുണ്ടാവും? അതാണ് ഇവിടെ 1 × 3 എന്ന് പറഞ്ഞത്. ഇനി ഈ 2 എന്നുള്ളത് 3 മടങ്ങായിട്ടുണ്ടാവും, അതാണ് 6 മാറിയത്. അപ്പൊ അങ്ങനെ ഏത് നമ്പർ √3-നെ 3√3ലേക്ക് എത്താൻ 3 കൊണ്ടാണ് ഗുണിച്ചത് എന്ന് കണ്ടുപിടിക്കാനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ √3 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ 3 എന്ന നമ്പർ കിട്ടും. എത്ര മടങ്ങായി മാറി? √3 എത്ര മടങ്ങായി മാറിയതാണ് 3√3? √3-നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 3√3 കിട്ടുക? അങ്ങനെ ചിന്തിക്കാൻ പല കുട്ടികൾക്കും വിഷമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഹരിച്ചാൽ നിങ്ങൾക്ക് ആ സംഖ്യ കിട്ടും എന്ന് പറഞ്ഞു തന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? ഈ √3-നെ എത്ര കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 3√3 എത്തിയത് എന്നാണ്. ഈ സൈഡിന്റെ നീളം എത്ര മടങ്ങായി മാറിയിട്ടുണ്ട് ഈ സൈഡിലേക്ക്? അതായത് √3 എന്നതിനെ 3√3 ആവണമെങ്കിൽ 3 മടങ്ങായി 3 ടൈംസ് ആയി ഈ ലെങ്ത് ഓഫ് സൈഡ് മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡുകളും 3 ടൈംസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെ അതാണ് സിമിലർ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി. അതായത് 30-നെതിരെയുള്ള 1 3 ടൈംസ് ആയിട്ട് മാറി, അതാണ് 3. 90-ക്ക് ഓപ്പോസിറ്റുള്ള 2 എന്ന് പറയുന്ന ഈ നമ്പർ, ഈ സൈഡിന്റെ നീളം ലോങ്സ്റ്റ് സൈഡ് 2 ആയിരുന്നത് അതിന്റെ 3 ടൈംസ് ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഇത് 3 ടൈംസ് 2-ന്റെ 3 ടൈംസ് 6 ആയി വർദ്ധിച്ചിട്ടുണ്ടാവും. ആശയം കൃത്യമായി മനസ്സിലാക്കുക കേട്ടോ. ചെറിയ ഈ റൈറ്റ് ട്രയാങ്കിൾ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓരോ വശത്തിനും ഓരോ കോണിനും എതിരെയുള്ള വശങ്ങൾ എത്ര മടങ്ങായി എത്ര ടൈമായി എന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നോക്കൂ, ഇവിടെ തന്നിരിക്കുന്നത് ഒരു ആംഗിൾ 30 ആണ്, ഇത് 90 ആണ്. തീർച്ചയായിട്ടും ഇത് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കണം അല്ലേ? ഇനി ശ്രദ്ധിക്കേണ്ടത് 3 ആംഗിൾ കണ്ടുപിടിച്ചതിന് ശേഷം ശ്രദ്ധിക്കേണ്ടത് ഏതിനെതിരെയാണ് തന്നിരിക്കുന്നത്? 90-ക്ക് ഓപ്പോസിറ്റ് ആണ് തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ 30-നെതിരെ 1 ആണെങ്കിൽ ചെറിയ റൈറ്റ് ട്രയാങ്കിൾ വരച്ചു നോക്കുന്നതിന് പകരമാണ് ഇവിടെ 1 എന്ന് പറയുന്നത്. 1 യൂണിറ്റ് ചെറിയൊരു വശം ഉണ്ടാകുന്നതാണ് ഇവിടേക്ക് മാറുന്നത്. അതുപോലെ 60-നെതിരെ √3, 90-നെതിരെ 2 എന്നാണ്. ഇനി ആലോചിച്ച് നോക്കൂ, 2 എന്ന സൈഡ് ചെറിയ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് 2 ആയിരുന്നതാണ് 12 ആയി മാറിയത്. അപ്പൊ 2-നെ എത്ര ടൈംസ് ആയി മാറി? എത്ര മടങ്ങായി മാറി? 2-നെ 6 ടൈംസ് ആയി മാറി അല്ലേ? 6 ടൈംസ് ആയി ഈ ലെങ്ത് വർദ്ധിച്ചു. ക്ലിയർ? ചെറിയ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് വലിയ റൈറ്റ് ട്രയാങ്കിളിലേക്ക് 2-ന്റെ 6 ടൈംസ് ആണ്. അല്ല, അതായത് എല്ലാ സൈഡുകളും 6 ടൈംസ് ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെ 30-ക്ക് ഓപ്പോസിറ്റുള്ള ഈ സൈഡും 1 എന്ന സൈഡും എത്ര ടൈം ആയിട്ടുണ്ടാവും? 6 ടൈംസ് ആയിട്ടുണ്ടാവും. അതായത് 6 ആയിട്ടുണ്ടാവും. ക്ലിയർ? ഇനി 90-ക്ക് ഓപ്പോസിറ്റുള്ള 90-ക്ക് ഓപ്പോസിറ്റ് കിട്ടി. ഇനി ഏതാണ് കിട്ടാത്തത്? 60-ക്ക് ഓപ്പോസിറ്റ്. √3 എന്ന സൈഡിന്റെ നീളവും 6 ടൈം ആയിട്ടുണ്ടാവും. അതായത് 6√3 ആയിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ചെക്ക് ചെയ്യാം. എന്താണ് ചെക്ക് ചെയ്യുക? നിങ്ങൾ ഒന്നും കൂടി ചെക്ക് ചെയ്യാം. 30-ക്ക് ഓപ്പോസിറ്റ് 6 അല്ലേ? 6. 30-ക്ക് ഓപ്പോസിറ്റ് 6. 60-ക്ക് ഓപ്പോസിറ്റ് ഇതിന്റെ 6-നെ √3 കൊണ്ട് 6√3. 90-ക്ക് ഓപ്പോസിറ്റ് 6-ന്റെ ഡബിൾ, അതായത് 12. അത് തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്? 6√3 12. മനസ്സിലായോ മക്കളെ? നമ്മൾ ഇന്ന് 45 45 90 അതുപോലെ 30 60 90 എന്നീ റൈറ്റ് ട്രയാങ്കിളുകളുടെ മട്ടത്രികോണങ്ങളുടെ കോണുകളും വശങ്ങളും കണ്ടെത്താനുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ ചെയ്തത്. കണ്ടോ? നിങ്ങൾ ആ കോൺസെപ്റ്റ് ആശയം കൃത്യമായി മനസ്സിലാക്കുകയും ഇതിന്റെ കൂടുതൽ എക്സാമ്പിളുകൾ സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കുറേ റൈറ്റ് ട്രയാങ്കിൾസ് വരയ്ക്കുക, ആംഗിൾസ് എഴുതുക, ഐസോസിലസ് ട്രയാങ്കിൾസ് ആക്കിയിട്ട് വരയ്ക്കുക, അതുപോലെ 30 60 90 ട്രയാങ്കിൾ ആയിട്ട് വരയ്ക്കുക. നിങ്ങൾ അതിലെ ഏതെങ്കിലും ഒരു സൈഡ് എഴുതുക. എപ്പോഴും 30-ക്ക് ഓപ്പോസിറ്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ വേറെ രീതിയിൽ വന്നാൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും 30-ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എഴുതാതെ 60-ക്ക് ഓപ്പോസിറ്റും 90-ക്ക് ഓപ്പോസിറ്റും ഒക്കെ നമ്മൾ തന്ന കാര്യമായിട്ട് എഴുതിയിട്ട് മറ്റ് 2 വശങ്ങളിലെ നീളം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കത് സാധിക്കും. അതാണ് ഈ ട്രിഗ്നോമെട്രിയുടെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് മറ്റെല്ലാ കൺസെപ്റ്റുകളും മറ്റെല്ലാ ആശയങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് വളരെ ശ്രദ്ധാപൂർവം പഠിക്കുക കേട്ടോ. ആ ശ്രദ്ധാപൂർവം പഠിച്ചതിന് ശേഷം
നമുക്ക് വർക്ക്ഷീറ്റുകളിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ബേസിക് കൺസെപ്റ്റ് നിങ്ങൾ അടുത്ത വർക്ക്ഷീറ്റ് ഞാൻ ചെയ്യുന്നതിന് മുൻപ് ഇത് നന്നായി ക്ലിയർ ആക്കും. ഓക്കെ, ഈ ആശയങ്ങൾ ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.